കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഏത് കണ്ടാലും ഇപ്പൊ ഒറ്റ പേര് ഓർമ്മയുള്ളൂ, അതായത് എല്ലാ ആദായം. കേരള സർക്കാരിനെ നോക്കിയാൽ ഇവരെല്ലാം ഒറ്റ പേരേ ഉള്ളൂ. അതാരാണ്? അല്ല, ഊരാളുങ്കൽ. കറക്റ്റ്. ഞാൻ നോക്കിയപ്പോ അയ്യപ്പ സംഗമത്തിന് ശബരിമലയിലെ 8 കോടി ചിലവാക്കിയല്ലോ. അതാരാ ചെയ്തത്? ഒരു സർക്കാരിന്റെ കമ്പനിയുടെ മറവിൽ ഞാൻ ഉത്തരവ് നോക്കിയപ്പോഴാണ് അതിലെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ കമ്പനിയിലേക്കാണ്. ഗുരുവായൂരിൽ CCTV നിർമ്മിക്കുന്ന പ്രക്രിയ ആരാ ചെയ്തത്? ഗുരുവായൂരമ്പലത്തിൽ ഊരാളുങ്കൽ. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി നിങ്ങൾക്കറിയാമല്ലോ, ചങ്ങനാശ്ശേരിക്കാരിൽ വന്നതിലാണല്ലോ 2019 കൺസീവ് ചെയ്ത് 2021 ആരംഭിച്ച റോഡാണ്. 5 കൊല്ലം കഴിഞ്ഞു. 671 കോടി രൂപ ആരംഭിച്ചതാണ്. 219 കോടി രൂപ അതിന് ചെയ്തു. 37 കോടി രൂപ ഒരു കിലോമീറ്ററിന് ചിലവഴിച്ചിരിക്കുന്നത്. 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ 37 കോടി രൂപ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ചങ്ങനാശ്ശേരി ആലപ്പി റോഡിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ആർക്ക് വേണമെങ്കിലും അത് വെല്ലുവിളിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം കേരള സർക്കാർ ഊരാളുകളുടെ പേരിൽ ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പേരിൽ കൊടുത്തിരിക്കുന്ന നിർമ്മാണ കരാറുകൾ എടുത്ത് പരിശോധിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം സർക്കാർ. കോടാനുകോടി രൂപയുടെ വെട്ടിപ്പാണ് പാവപ്പെട്ട കേരളത്തിൽ നിന്നും വെട്ടിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ, വികസനത്തിന്റെ പേരിൽ കേന്ദ്രത്തിലെ അദാനിയാക്കി കേരളത്തിൽ ഊരാളുകളെ വളർത്തുന്നതിന് ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയൻ മാത്രമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.